ഞാൻ ഡോക്ടർ വിനീത, ട്രിവാൻഡ്രം റൂമ കെയറിൽ ഇന്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. പ്രമേഹ രോഗികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തോളുവേദന അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ് എന്ന് പറയുന്നത് ഫ്രോസൺ ഷോൾഡർ ആണ്. പ്രമേഹമുള്ള രോഗികളിൽ മാത്രമല്ല, തൈറോയിഡിന്റെ അസുഖമുള്ളവർക്ക്, പിന്നെ എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ സ്ട്രോക്കോ കഴിഞ്ഞിട്ട് കൈയൊക്കെ അനക്കാതെ വെച്ചിരിക്കുന്ന പേഷ്യൻസിനും ഈ ഫ്രോസൺ ഷോൾഡർ വരാറുണ്ട്. തുടക്കത്തിൽ ഇത് ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് രാത്രി കിടക്കുമ്പോൾ ആ തോളിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. പിന്നീട് പകലും എന്ത് ആക്ടിവിറ്റി കൈകൊണ്ട് ചെയ്താലും വേദന വരുന്നൊരു സിറ്റുവേഷൻ വരും. കുറച്ചും കൂടെ മാസങ്ങൾ കഴിയുമ്പോൾ വേദന കുറയും, പക്ഷെ സ്റ്റിഫ്നെസ് വല്ലാണ്ട് കൂടും. ഒരു രീതിയിൽ കൈ മുകളിലോട്ട് പൊക്കി നമ്മുടെ തലമുടി കോതാനോ അല്ലെങ്കിൽ പുറകോട്ട് പോയി ഡ്രസ്സ് ചെയ്യാനോ ഒന്നിനും കൈകൊണ്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരും. ഇവിടെ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഫ്രോസൺ ഷോൾഡർ നമ്മൾ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതായത് ആദ്യത്തെ ആ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ, നീർക്കെട്ടുള്ള സ്റ്റേജിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകളും പിന്നെ ഫിസിയോതെറാപ്പി. ഒരു 50% കേസസ് ഓഫ് ഫ്രോസൺ ഷോൾഡറും എക്സസൈസിലോടുകൂടി മാറുന്നതാണ്. പക്ഷേ ചില പേഷ്യൻസ് ഉണ്ട്, അവർക്ക് അവരുടെ പെയിൻ ഭയങ്കര സിവിയർ ആയിരിക്കും. അവർക്ക് അവരുടെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കൈ ഒന്ന് പൊക്കുമ്പോൾ തന്നെ അവർക്ക് വളരെയധികം വേദനയുണ്ടാവും. അല്ലെങ്കിൽ ചില പേഷ്യൻസ് ഉണ്ട്, അവർ ആ പറയുന്ന പോലെ തന്നെ ഫിസിയോതെറാപ്പി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടും അവരുടെ പെയിൻ പേഴ്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് കൂടുതൽ എന്തായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫ്രോസൺ ഷോൾഡറിൽ എസെൻഷ്യലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോൾഡർ ജോയിന്റിന് ഒരു ആവരണമുണ്ട്, ക്യാപ്സ്യൂൾ. അപ്പോൾ ആ ക്യാപ്സ്യൂൾ ആകെ വളരെ തിക്കായിട്ട് ചുരുങ്ങി വളരെ കട്ടിയായി ചുരുങ്ങിയും ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഫ്രോസൺ ഷോൾഡറിൽ വരുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നും എക്സസൈസസിലും ഒന്നും ഫ്രോസൺ ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് കുറയുന്നില്ല, ഇപ്പോഴും കൈ ഒട്ടും പൊക്കാനും മറ്റു കൈ കൊണ്ടുള്ള ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ മൊഡാലിറ്റി ഉണ്ട്. അപ്പോൾ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ഈ ഷോൾഡർ ജോയിൻറ്റിനകത്തേക്ക് ഒരു നീഡിലിട്ടതിന് ശേഷം ഏകദേശം 30-50 ml ഫ്ലൂയിഡ്, അത് നോർമൽ സലൈൻ ആകാം, അതിൻ്റെ ഒപ്പം ലോക്കൽ അനസ്തെറ്റിക്സ് ധരിപ്പിക്കാനുള്ള മെഡിസിനും പിന്നെ കുറച്ച് സ്റ്റിറോയിഡ്സും ഇട്ടിട്ട്, സ്റ്റിറോയിഡ് നിർബന്ധമല്ല, ഇപ്പോൾ ഷുഗറൊക്കെ ഒത്തിരി കൂടുതലുള്ള പേഷ്യൻസിന് നമ്മൾ സ്റ്റിറോയിഡ്സ് ഇടാറില്ല, ഈ നോർമൽ സലൈൻ ഫ്ലൂയിഡും പിന്നെ ലോക്കൽ അനസ്തെറ്റിക്സ് ധരിപ്പിക്കാനുള്ള മെഡിസിനും വച്ചിട്ട് ഈ ക്യാപ്സ്യൂളിനെ വികസിപ്പിക്കുകയാണ്. 50 ml ഫ്ലൂയിഡ് അതിനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്ത് ഈ ക്യാപ്സ്യൂളിനെ വികസിപ്പിക്കുകയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഷോൾഡറിൻ്റെ പെയിൻ കുറയും. അപ്പോൾ അതോടൊപ്പം അവർക്ക് ഈ ഫിസിയോതെറാപ്പി എക്സസൈസസ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെക്നിക്കിനെ നമ്മൾ ഇൻട്രാ ആർട്ടിക്കുലർ ഹൈഡ്രോ ഡൈലറ്റേഷൻ ടെക്നിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രോസൺ ഷോൾഡർ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും അത് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിലൂടെ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻട്രാ ആർട്ടിക്കുലർ ഹൈഡ്രോ ഡൈലറ്റേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇത് കൂടുതൽ ക്രോണിക് ആവുകയാണെങ്കിൽ, മാസങ്ങളോളം വർഷങ്ങളോളം ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇത് ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമുക്ക് ഒരു സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ള രോഗികൾ പ്രത്യേകിച്ചും ഷോൾഡർ പെയിൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അത് ഫ്രോസൺ ഷോൾഡർ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ഏർലിയസ്റ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.